ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനു സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ മെനു ഉള്ളി സാമ്പാർ, വറുത്തരച്ച സാമ്പാറാണ്. ഉരുളക്കിഴങ്ങ് പൊടിമാസ്, പിന്നെ പടവലങ്ങ മെഴുക്കുവരട്ടി. ഇതിൻ്റെ ഒപ്പം നമ്മൾ പപ്പടവും കൂടെ കാച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയിലെ പൊടിമാസ് കേരള സ്റ്റൈലല്ല, തമിഴ്നാട് സ്റ്റൈലാണ്. പക്ഷേ ഉള്ളി സാമ്പാറും പൊടിമാസും എൻ്റെ അമ്മൂമ്മയുടെ ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി സാമ്പാർ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് ചെറിയുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഞാനത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മസാല അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. അതിനായിട്ട് ഉലുവ, മുളക്, മല്ലി, കരിവേപ്പില, ചെറിയുള്ളി, പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തുവരപ്പരിപ്പ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളി വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചത്, പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചത്. ഒരു തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എടുത്തു വെക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാമ്പാറിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഞാനൊരു പാനിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ആദ്യം തേങ്ങ ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതൊന്ന് ചോക്കുന്ന വരെ വറുത്തെടുക്കാം. മസാല നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. എന്നിട്ട് തേങ്ങ ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് മസാലയായിട്ട് അരച്ചെടുക്കാം. അതിന് മുമ്പ് ഞാനിവിടെ കായപ്പൊടി ചേർത്താണ്. സോളിഡ് ആയിട്ടുള്ള കായാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ആദ്യം തന്നെ ചേർത്ത് വറുത്തെടുക്കാം. ഞാൻ പൊടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് തണുത്ത ശേഷം നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ വേവിച്ചെടുത്താണ്. ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി കഴുകി വൃത്തിയാക്കിയത് ചേർക്കാം. ഇതിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ട് നമുക്കിത് ഉള്ളി വേകുന്ന വരെ അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഉള്ളി വേവുന്ന വരെ ഇത് കുക്ക് ചെയ്യാം. ഉള്ളി വെന്ത് പരിപ്പൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്തോട്ടെ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല അരച്ചെടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാല ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മസാല നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. പുളി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ അടുപ്പത്ത് നമുക്ക് വയ്ക്കാം. ഇനി അടുത്ത് സാമ്പാറിലേക്ക് വറുത്തിടാം. അതിന് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം.
കടുക് ഒന്ന് പൊട്ടി ഉലുവ ഒന്ന് ചോക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്ന മുളക് ചേർക്കാം. കുറച്ച് കായപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഈ വറുത്തത് സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് അടച്ച് സൈഡിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടി മാസിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കരിവേപ്പില, പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, നാരങ്ങ, കായപ്പൊടി, ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, കടുക്, ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യം വരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിലേക്ക് കടുകും ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ചേർക്കുക. ഇനി പരിപ്പുകളൊന്ന് നന്നായിട്ട് ചുവന്ന് വരട്ടെ. ഇപ്പൊ പരിപ്പ് നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പില ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചതും ചേർക്കാം. ഇതിൽ കായപ്പൊടി ചേർക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില തൂവുക, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നാരങ്ങ നീര് പിഴിയുക. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയത് ചേർക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിമാസ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പൊടിമാസ് റെഡിയായി. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ അടുത്തത് നമുക്ക് പടവലങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് പടവലങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലി കളഞ്ഞ് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കരുത്. കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കരിവേപ്പില, പച്ചമുളകൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉഴുന്നും പരിപ്പ്, മുളക്, കടുക്. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യം. നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും ഉഴുന്നും പരിപ്പും ഇടാൻ പോവാണ്. അതൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ.
പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ചുവന്ന മുളക് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞതും മുളകും കൂടി ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പടവലങ്ങ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് പടവലങ്ങ വേവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പടവലങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. അതൊന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി നന്നായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് വിളമ്പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനു റെഡിയാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഈ മെനു എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.